ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴത്തോരു മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ നമ്മൾ അലീനയും സ്റ്റാലിൻ ജോസഫും വലിയപ്പച്ചനും കൂടി തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അലീനയെ ഒന്ന് വിറപ്പിച്ചിട്ടൊക്കെ ഉണ്ട് സ്റ്റാലിൻ ജോസഫ് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അവളൊന്ന് പേടിച്ച് വരുന്നുണ്ട്, വേഗം ഫ്രണ്ടിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ വലിയൊരു റബ്ബർ തോട്ടത്തിലേക്കാണ് സ്റ്റാലിൻ ജോസഫ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ അലീന അവിടെയൊക്കെ നോക്കി കാണുന്നുണ്ട്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെതാണ്, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, ഇവിടെ ഒരുപാട് കുറ്റിക്കാടുകളായിരുന്നു, ഞാനിത് മേടിച്ചിട്ട് റബ്ബർ തോട്ടാക്കിയതാണ്, ആദ്യം ഇതൊരു ഗൾഫുകാരൻ്റെ കയ്യിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവൾ പറയുന്നുണ്ട്, അതിന് തന്നെത്താൻ ചെയ്തതല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ എന്ന്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും എൻ്റെ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങിയതും റബ്ബർ തോട്ടം പിടിപ്പിച്ചതൊക്കെ. അപ്പം എൻ്റെ ഒരു ബുദ്ധിക്കാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ തൊഴിലാളികൾ മാത്രമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ ഈ സംസാരമൊന്നും സ്റ്റാലിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അലീന അവിടെ നിന്ന് ഒന്ന് നടന്ന് നീങ്ങിയതിന് ശേഷം വലിയപ്പച്ചൻ്റെ അടുത്ത് നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, അവൾക്ക് എന്താ ബുദ്ധിയില്ല അപ്പച്ച ഇങ്ങനെ പറയുന്നതെന്ന്. ബുദ്ധി കുറച്ച് കൂടുതലാണ്, അല്ലാതെ ബുദ്ധിക്കുറവൊന്നും അവൾക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ അവൾ പറഞ്ഞാൽ കേൾക്കാത്തത്, നീ പറഞ്ഞതും ശരിയാണ്, അവൾ കേട്ടതും ശരിയാണെന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് നമ്മളെ സ്റ്റാലിൻ, കാരണം അവൾ പറയുന്നൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നേരെ പോകുന്നത് പിന്നെ ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഫാക്ടറിയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പം വണ്ടിയിൽ നിന്ന് നമ്മൾ അലീന ഇറങ്ങുന്നത് സ്റ്റാലിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്താ ഞാൻ കണ്ടാലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വാശി പിടിച്ച് അലീനയും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റാലിന് എന്തോ ഫാക്ടറിയിലേക്ക് അവൾ ഇറങ്ങുന്നത് വലിയൊരു താല്പര്യമില്ല. എന്തായാലും ഫാക്ടറിയിലെ ഓഫീസും അതുപോലെ തന്നെ ഫാക്ടറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഓഫീസിൽ കയറി ഇരിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവളെ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ മകളാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ട് അവളോട്. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വലിയപ്പച്ചൻ പറയുന്നുണ്ട്, നീ വല്ല PhD MA BA അങ്ങനെയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവൾ ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാൻ എന്നാ UK ലാണെന്ന് പറഞ്ഞാൽ പോരെയെന്ന്. അത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്നതിന് ശേഷം അവളോട് കുടിക്കാൻ എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയുള്ള ഒരു മേഡം, അതായത് അവിടെ ജോലി ചെയ്യുന്ന ഒരു മേഡം ബാക്കിയുള്ള അവിടുത്തെ വർക്കേഴ്സിനെയൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ അക്കൗണ്ട്സിനെ അതുപോലെ തന്നെ സൂപ്പർവൈസർ അങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളെ. അങ്ങനെ കുറച്ച് നേരം അവരവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ അന്നേരം ഓഫീസിലുള്ള കാര്യങ്ങൾ ഫയലൊക്കെ നോക്കിയിട്ട് ഒരാളോട് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പച്ചനോട് ആ സമയത്ത് നമ്മൾ അലീന സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് എന്താണ്, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണോ, പിന്നെ എന്തിനാ ഇങ്ങനെ അച്ഛൻ പറയുന്നത്, സ്വന്തം സ്വന്തം എന്ന് പറയുന്നത് എന്താ, ഇത് ഒരു ഭാഗം വെച്ചിട്ട് കിട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കള്ള് കുടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ സമയം എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ഇതിനൊക്കെ അതിന് കണക്കുകൾ ഉണ്ടല്ലോ എന്ന്. എനിക്കിതൊന്നും അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ, ഒന്നും ശരിയാവുന്നില്ലല്ലോ, ഞാനും കൂടി ഇറങ്ങി തിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് വേണ്ട, അതൊന്നും ലാലിച്ചന് ഇഷ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെ നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. അതും നമ്മളെ സ്റ്റാലിൻ ജോസഫിന്റെ സ്ഥലം തന്നെയാണ്, അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം നമ്മളെ അലീന സന്തോഷത്തോട് കൂടിയിട്ട് നോക്കി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും വരുമാനം അയാൾക്ക് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ദിവസം 1 ലക്ഷം ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 30 ദിവസമാണെങ്കിൽ 30 ലക്ഷം രൂപ. അപ്പോൾ ഇത്രയും പൈസ എന്ത് ചെയ്യുന്നു, എവിടേക്കെങ്കിലും സംഭാവന കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സംഭാവന കൊടുക്കുന്നുണ്ട്, സംഘടനകൾക്ക്, ക്ലബിൽ അങ്ങനെയൊക്കെ സംഭാവനകൾ കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വരുന്നവർ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആൻ്റപ്പനാണ് നോക്കാറെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഇഷ്ടമില്ലാതെ ചെയ്യുന്നത്, ഇഷ്ടത്തോട് കൂടിയിട്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഓർഫനേജിക്കൊക്കെ കൊടുത്തൂടെ, ബാക്കി എത്ര എത്ര ആളുകളുണ്ട് കഷ്ടപ്പെടുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ സഹായിച്ചൂടെ, അതുകൊണ്ടൊക്കെ നല്ലതല്ലേ വരുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അച്ഛന്, അതായത് സ്റ്റാലിൻ ജോസഫിന് കേൾക്കാൻ അത്ര താല്പര്യമില്ല. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതേ താല്പര്യമില്ല. ഈ അനാഥാലയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഇതൊന്നും എനിക്ക് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇവിടെ സംസാരം അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വല്യപ്പച്ചനെ ഇവിടെ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട്. വല്യപ്പച്ചനാണെങ്കിൽ ഒന്നും ആരുടെ ഭാഗത്തും നിൽക്കാതെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ദേഷ്യം പിടിച്ച് അയാൾ, അതായത് സ്റ്റാലിൻ ജോസഫ് വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ നേരെ പോകുന്നത് ഒരു പാലത്തിന്റെ അങ്ങോട്ടാണ്. അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മളെ ഫാക്ടറിയിലേക്ക് വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്നാണ് ഇനി വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് ജനങ്ങൾ സമ്മതിക്കുമോ, പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുള്ള അനുമതിക്ക് ഞാൻ പഞ്ചായത്തിൽ നിന്ന്
വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ കൈക്കൂലി കൊടുത്ത് ഒരുപാട് രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കിയതെന്ന് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഇനി ഒരു താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഒരു കുടിവെള്ള പദ്ധതി കൂടി ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് എന്തോ പോലെയാവും ട്ടോ. അവൾ പറയുന്നുണ്ട് ഇതൊക്കെ തെറ്റായ കാര്യമല്ലേ, കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട് പുരോഗമനം വന്നോ, അതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, റോഡ് വീതി കൂട്ടുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരം കൂടി ഉള്ളതാണെന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഉപകാരം അച്ഛന് മാത്രം ഉള്ളതാണ്, വേറൊരാൾക്കും അവകാശപ്പെട്ടതല്ല, അപ്പം അത് ശരിയായ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവളൊരു നടപടി, ഇവളൊരു രീതിയൊന്നും സ്റ്റാലിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചിട്ട് വണ്ടിയിൽ കയറി പോയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടും ദേഷ്യം പിടിച്ചിട്ടും സ്റ്റാലിൻ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട് ലാലിച്ചൻ കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേന്നും അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. മോള് പറഞ്ഞത് ശരി തന്നെയാണെന്ന് നമ്മളെ വല്യപ്പച്ചനും പറയുന്നുണ്ട്. അങ്ങനെ നേരെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടി സ്പീഡിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലിച്ച നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വല്യപ്പച്ചൻ. പക്ഷേ നമ്മൾ അലീനൊക്കെ വെച്ച് ഭയങ്കര സാധനമാണ്, അവളെന്തായാലും അച്ഛനെ ഇമോഷണലായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അച്ഛനും ഭയങ്കര സന്തോഷമാവും കേട്ടോ അവൾ കൈ ചേർത്ത് പിടിക്കുമ്പോൾ. അപ്പം അച്ഛൻ ചിരിക്കുന്നുണ്ട്, കാരണം അവളുടെ സ്നേഹം, അവളുടെ കെയറിങ്, അവളുടെ ഒരു അധികാരം ഒക്കെ അവളും തിരിച്ച് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവർ ഇനി നല്ല സ്നേഹത്തിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇനി കഥയിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അലീനയ്ക്കും പങ്കുവെച്ച് കൊടുക്കുകയില്ലേ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.